അപ്പോൾ ഞാൻ ഗ്രാഫുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എക്സ് ആക്സിസ് ആണ് ഇത്, അത് മുകളിലുള്ളതാണ് വൈ ആക്സിസ് അല്ലേ. എക്സ് ആക്സിസ് താഴെയും മുകളിലുള്ളത് വൈ ആക്സിസുമാണ്. അപ്പോൾ ഗ്രാഫ് രണ്ട് അക്ഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് തിരശ്ചീനാക്ഷം, അതാണ് ഇത്. തിരശ്ചീനാക്ഷം ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്, ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മാറിപ്പോയിട്ടുണ്ട്, സോറി. ഇത് ലംബാക്ഷം, അതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്, വൈ ആക്സിസ്. ഇത് എക്സ് ആക്സിസ് ആണ്. ഇനി ഗ്രാഫിന് രണ്ട് അക്ഷങ്ങളുണ്ട്, തിരശ്ചീനാക്ഷം, ലംബാക്ഷം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥാനസമയ ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്ഥാനം വൈ ആക്സിസിലും സമയം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുമാണ് വരുന്നത്. ഇനി സ്ഥാനസമയ ഗ്രാഫിൽ സമചലനത്തിലിരിക്കുന്ന ഒരു സ്ഥാനസമയ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? സമചലനത്തിലിരിക്കുന്ന സ്ഥാനസമയ ഗ്രാഫ് എന്ന് പറയുമ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം കൂടുന്നതിനനുസരിച്ച് സ്ഥാനവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേർരേഖയിലുള്ള ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ സമചലനത്തിലുള്ള ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, നേർരേഖയിൽ. ഇനി ഇത് തന്നെ സ്ഥിരാവസ്ഥയിലാണെങ്കിലോ സമയം കൂടുന്നതിനനുസരിച്ച് ഈ വസ്തുവിൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. വസ്തു എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, നിശ്ചലാവസ്ഥയിലാണ്, സ്ഥിരാവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്ഥാനസമയ ഗ്രാഫ്. ഒരു സമചലനത്തിലിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയും, പൊസിഷൻ മാറാതെ ടൈം മാറുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് കിട്ടുന്നത് ഇങ്ങനെ ഒരു ലൈനായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കാണാം. എങ്ങനെയാണ് നമുക്ക് സ്ഥാനസമയ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുന്നത്? സ്ഥാനസമയ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും, ഇതിൽ നിന്ന് ഒരു സമചലനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു. ഇനി ഇതിൻ്റെ സ്ലോപ്പ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? നമ്മളൊരു പോർഷൻ എടുത്തു. ഇതിൻ്റെ ഇതെന്താണ്? ഡി എക്സും ഇതല്ലേ സ്ഥാനം എന്ന് പറയുന്നത്, സ്ഥാനമാണ്. അപ്പോൾ ഡി എക്സ്, സമയം എന്ന് പറയുമ്പോൾ ടി. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണെന്നല്ലേ. സ്ഥാനാന്തരം ബൈ സമയം എന്താണ്? വെലോസിറ്റി ആണെന്നറിയാം. അപ്പോൾ സ്ഥാനാന്തരം ബൈ സമയം വെലോസിറ്റി. നമുക്ക് എന്ത് കിട്ടി? സ്ഥാനസമയ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പ്രവേഗം കിട്ടുമെന്ന് മനസ്സിലായി. സ്ഥാനസമയ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രവേഗം കിട്ടും.